നമുക്കിനി തിരുവനന്തപുരം ജില്ലയിലെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കാം. വീടൊക്കെ തകർന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു 40 കിലോമീറ്റർ വേഗതയിലൊക്കെയാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. പെരുമാതുറയിലാണ് വീടിന്റെ മേൽക്കൂര തകർന്ന് വീണത്. ഒപ്പം പെരുമാതുറ സ്വദേശിയായ സീന റഷീദിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. തീരദേശ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇരുമ്പ് ഷീറ്റിട്ട മേൽക്കൂര പൂർണ്ണമായും അടർന്നു മാറി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പ്രശാന്ത് കൃഷ്ണൻ നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ആദ്യം നമുക്ക് മഴ മുന്നറിയിപ്പിനെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. കാറ്റിനൊക്കെ ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും മഴക്കെടുതി, ഇപ്പോൾ വീടിന്റെയൊക്കെ മേൽക്കൂര തകർന്നു വീഴുമെന്ന് കേൾക്കുന്നു. അത്രയും ശക്തമായ കാറ്റാണോ വീശുന്നത് ജില്ലയിൽ? കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് വന്ന മുന്നറിയിപ്പ്, തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. കാലവർഷം അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നു മുതൽ ഇനി അടുത്ത 4 ദിവസം ശക്തമായ മഴ, അതിതീവ്ര മഴ തന്നെ ലഭിക്കുന്ന തരത്തിലുള്ള മഴ പല ജില്ലകളിലും ലഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനമായ മുന്നറിയിപ്പ് ഉള്ളത്, റെഡ് അലർട്ടുള്ളത് ഇന്നിപ്പോൾ 5 ജില്ലകളിലാണ്. അത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, ഈ 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ 2 ജില്ലകളിൽ, നാളെ എല്ലാ ജില്ലകൾക്കും നല്ല മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടുള്ള 5 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് തന്നെയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ്. അപ്പോൾ ഇപ്പോൾ കാലവർഷം വീണ്ടും 2ാം സ്പെല്ല് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം ജില്ലയിൽ മഴ ലഭിക്കുന്നത്. ഇന്നിവിടെ യെല്ലോ അലർട്ടാണ്. എന്നിരുന്നാൽ പോലും ഈ തീരദേശത്ത് കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ കടലാക്രമണം ചില മേഖലകളിലെല്ലാം ഉണ്ട്. കാറ്റ് സാധാരണ കാലവർഷ സമയത്തുള്ള കാറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ കഴിഞ്ഞ സീസണിൽ കണ്ടത്, അല്ലെങ്കിൽ ആദ്യ സ്പെല്ലിൽ കണ്ടതുപോലുള്ള അതിശക്തമായ 60 കിലോമീറ്റർ വേഗതയിൽ പോലുള്ള കാറ്റല്ല. ഇന്നിപ്പോൾ ഒരു സംഭവമാണ് ഈ വീടിൻ്റെ മേൽക്കൂര പറന്നു പോയതായുള്ള ഒരു വാർത്ത നമുക്ക് പെരുമാതുറയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് അവിടെ ഇപ്പോൾ ആ റോഡിൽ വീണ ഇരുമ്പ് ഷീറ്റ് മുറിച്ചു മാറ്റുന്ന ഘട്ടം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം തീരദേശ റോഡായതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖല കൂടിയാണ്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.